ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആൻഡ് ഈസ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ്. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്തെ ലുലു മാളിലാണ്. ഏറെ മാസങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കോട്ടയത്ത് ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കോട്ടയം മണിപ്പുഴയിലാണ് ലുലു മാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 14 ശനിയാഴ്ചയാണ് ലുലു മാളിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. 2 ഫ്ലോറുകളിലായിട്ടാണ് ലുലു മാൾ പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഷോപ്പിംഗ് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. സെക്കൻഡ് ഫ്ലോറിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും ഫുഡ് സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത്. ഏകദേശം 500-600 കാറുകളോളം പാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റിയ പാർക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പോരാത്തതിന് ബിൽഡിങ്ങുകളിൽ കാർ പാർക്കിംഗ് കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്, അതുകൊണ്ടാണ് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് അകത്തുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 400-500 വാഹനങ്ങളോളം തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പം ഓപ്പോസിറ്റ് പാർക്കിംഗ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ തണലും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലുലുവിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ബിൽഡിങ്ങിലാണെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. അവിടെ തിരക്കല്ലത് അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം കുറച്ച് ഷോപ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ഫിലിപ്പിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ അവൈലബിൾ ആണ്, ആരോടെ ഒരു ഷോപ്പ് ഇവിടെ അവൈലബിൾ ആണ്, പിന്നെ KFC ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ MC ഡൊണാൾഡ്സ്, അതിൻ്റെ തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ സ്വാ എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ജ്വല്ലറി, ഏറ്റവും ലാസ്റ്റായിട്ട് സെല്ലോയുടെ ഒരു ഷോപ്പ്. ഇത്രയുമാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഷോപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ അവൈലബിൾ ആണ്, ഫുഡ് കോർട്ട് അവൈലബിൾ ആണ്, പിന്നെ ലുലു കണക്റ്റ്, ലുലുവിൻ്റെ ഒട്ടനവധി ഇലക്ട്രോണിക് ആണെങ്കിലും ഹോം അപ്ലയൻസ് ആണെങ്കിലും പല വിധത്തിലുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം സെക്കൻഡ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഫുഡ് കോർട്ടിൻ്റെ അടുത്താണ്. ഏകദേശം 10-12ഓളം ഷോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഫുഡ് ഇവിടുന്ന് വാങ്ങി കഴിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 500 പേർക്കോളം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പോരാത്തതിന് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫുഡാണെങ്കിൽ പോലും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാഷ്റൂം വിത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഉപ്പോട്ടിലാണ്. ഏകദേശം ഒരു 500-600 പേർക്കോളം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എടുക്കുക എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്തത് പോകുമ്പോൾ ലുലു കണക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഫാഷൻ സ്റ്റോറും ഡ്രസ്സുകളും പിന്നെ ഹോം അപ്ലയൻസ് സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കോപ്പി റൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വിഷ്വൽസ് മാത്രമായിട്ട് നമ്മൾ ഇഷ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ലുലു കണക്കിലേക്ക് പോകാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുന്ന് നമ്മൾ അടുത്തായി പോകുന്നത് കുട്ടികളുടെ പ്ലേ സ്റ്റേഷനായ ഫണ്ടൂറയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കുട്ടികളുടെ പ്ലേ സ്റ്റേഷനായ ഫണ്ടൂറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കളിക്കുന്ന ഓരോ ഗെയിമിനും നമ്മൾ കോയിൻസും കാര്യങ്ങളും ഒക്കെ എടുക്കണം. അതിന് ഇവിടെ പേ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോയിൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഇനിയിപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കുട്ടികൾ കളിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫണ്ടൂറയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് റൂഫിലെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇതാണ് ലുലുവിൻ്റെ മേളിലുള്ള റൂഫ് പാർക്കിംഗ്. ഏകദേശം ഒരു 200-300 കാറുകളോളം ഇവിടെ പാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പം ഈടാക്കിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇത് കണ്ടില്ലേ? നമ്മളിപ്പോൾ ഈ കാണുന്ന താഴത്തെ പാർക്കിംഗ് ഫെസിലിറ്റീസാണ്. ഏകദേശം 400-500 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് റൂഫിലും ബിൽഡിങ്ങിലായിട്ടും പാർക്കിംഗ് ഫെസിലിറ്റി. ഏകദേശം 400-500ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 വാഹനത്തോളം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ലുലു മാളിൻ്റെ കോട്ടയം ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന ലുലുവിൻ്റെ റൂഫിലാണ്. അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു 300, 400, 500 വണ്ടിയോളം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലുലു മാളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില വീഡിയോകളും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ വിത്ത് പെർമിഷൻ ഇല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങളും നമ്മൾ കാണിക്കാനും എടുക്കാനും പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടൊപ്പം വരെ ഇറ്റ്സ് മീ സെബിൻ ആൻ്റണി, മൈ ചാനൽ സെബിൻസ് വ്ലോഗ്, സൈനിങ് ഔട്ട്. ബൈ.